ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1948 സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ പാർട്ടിയെ RSSനെ നിരോധിച്ചുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാവോ? RSS ഈ സ്പ്രെഡിംഗ് കമ്മ്യൂണൽ പോയിസൺ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാ സർദാർ വല്ലഭായ് പട്ടേലാ പറഞ്ഞത്. 1948 പറഞ്ഞത് കമ്മ്യൂണൽ പോയിസൺ, വർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന്. ആരോടാ പറഞ്ഞതെന്നറിയാവോ? ഗുരുജി ഗോൾവാക്കർക്ക് എഴുതിയ കത്തിലാ പറയുന്നത്. 1948 സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കത്ത് എഴുതുന്നുണ്ട്. കത്ത് എങ്ങനെയാ എഴുതുന്നത്? അതിനൊരു സാഹചര്യമുണ്ട്. 48 ഗോൾവാക്കർ അങ്ങോട്ടൊരു കത്ത് എഴുതുന്നുണ്ട് പട്ടേലിന്. എന്നിട്ട് ആവശ്യപ്പെടുന്ന എന്താണെന്നറിയോ? RSSന്റെ ബാൻ ഒന്ന് മാറ്റിത്തരണം. മാറ്റി തന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്യാൻ ഞങ്ങൾ സർക്കാരുമായി കൊളാബറേറ്റ് ചെയ്യാം എന്നാണ് അന്ന് ഗോൾവാക്കർ വെക്കുന്ന ഒരു ഉപാധി. അതായത് നിങ്ങൾ ഞങ്ങളെ നമ്മുടെ ആ നിരോധനം എടുത്തു കളഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകളെ ഇവിടുന്ന് പുറത്താക്കാം എന്ന് പറയുമ്പോൾ പട്ടേൽ തിരിച്ചയക്കുന്ന മറുപടിയിലാണ് ഈ പറയുന്നത് RSS ഈ സ്പ്രെഡിംഗ് കമ്മ്യൂണൽ പോയിസൺ എന്ന്. ഇപ്പൊ തുഷാർ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണല്ലോ. ഈ രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തുന്നു എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്. ഇത് 1948 സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു. ആ സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ഏറ്റെടുത്തില്ലേ? അത്ഭുതകരമായി BJP ഏറ്റെടുത്തില്ലേ? എന്ന് മാത്രമല്ലോ, ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെതാണ്. 600 അടി ഉയരമുണ്ട്. 2000 കോടിയാ ചെലവാക്കിയത്. ആരാ ചെലവാക്കിയത്? നരേന്ദ്രമോദി. 2013 ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നർമ്മദയുടെ തീരത്ത് തറക്കല്ലിട്ടിട്ട് ഇന്നിപ്പോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായിട്ട് നിൽക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്.